പോലീസ് എന്ന് സ്വയം പ്രഖ്യാപിച്ച അമേരിക്കൻ സാമ്രാജ്യത്വം ഇന്ന് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. പരമാധികാര രാജ്യങ്ങളെ അടിച്ചമർത്താനും അധിനിവേശം നടത്താനും കോടിക്കണക്കിന് ഡോളർ ഒഴുക്കുന്ന അമേരിക്കൻ ഭരണാധികാരികൾ സ്വന്തം നാട്ടിലെ ജനങ്ങൾ വിലക്കയറ്റത്തിലും ദാരിദ്ര്യത്തിലും ശ്വാസം മുട്ടുന്നത് കാണാതെ കണ്ണടക്കുകയാണ്. 2026 മധ്യത്തിൽ നിർണായകമായ ഇടക്കാല തിരഞ്ഞെടുപ്പിന്റെ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഡൊണാൾഡ് ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയും കനത്ത രാഷ്ട്രീയ തിരിച്ചടിയാണ് നേരിടുന്നത്. ഇറാനുമായി അമേരിക്കൻ ഭരണകൂടം തുടരുന്ന ജനപ്രീതിയില്ലാത്ത പുതിയ യുദ്ധം ലോകത്തും അമേരിക്കയിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇന്ധനവില കുതിച്ചുയരുമ്പോഴും വോട്ടർമാരുടെ ആശങ്കകളെ പൂർണ്ണമായി അവഗണിക്കുന്ന ഒരു പ്രസിഡന്റാണ് ഇന്ന് അമേരിക്ക ഭരിക്കുന്നത്. തങ്ങളുടെ അധിനിവേശ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്വന്തം ജനതയെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന സാമ്രാജ്യ നയങ്ങളുടെ യഥാർത്ഥ മുഖമാണ് ഇന്ന് അമേരിക്കയിൽ ദൃശ്യമാകുന്നത്. ജനവികാരം തങ്ങൾക്കെതിരാണെന്ന് മനസ്സിലാക്കിയ ട്രംപ് അനുകൂല രാഷ്ട്രീയ സമിതികൾ ജനാധിപത്യത്തെ പണം കൊണ്ട് വിലക്കെടുക്കാനുള്ള അവസാന ചൂതാട്ടത്തിലാണ്. കോർപ്പറേറ്റ് മുതലാളിമാരുടെ പോക്കറ്റിൽ നിന്നും സമാഹരിച്ച $347 മില്യൺ അവിശുദ്ധ ഫണ്ടാണ് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഒഴുക്കുന്നത്. ഇതിനു പുറമെ പ്രതിപക്ഷ വോട്ടുകൾ വിഭജിക്കാൻ മണ്ഡലങ്ങളുടെ അതിരുകൾ കൃത്യമായി മാറ്റിവരയ്ക്കുന്ന പുനർവിഭജന തന്ത്രത്തിലാണ് റിപ്പബ്ലിക്കന്മാർ പ്രതീക്ഷ അർപ്പിക്കുന്നത്. എന്നാൽ ആഗോളതലത്തിൽ ഡോളറിന്റെ മേധാവിത്വം തകരുകയും യുദ്ധങ്ങൾ പരാജയത്തിലേക്ക് നീങ്ങുകയും ചെയ്യുമ്പോൾ പാശ്ചാത്യ അപ്രമാദിത്വം അതിന്റെ അവസാന നാളുകളിലേക്കാണ് കടക്കുന്നത്. പണം കൊണ്ടോ ഭരണ സ്വാധീനം കൊണ്ടോ ഈ തകർച്ചയെ തടഞ്ഞു നിർത്താൻ ട്രംപിനോ അദ്ദേഹത്തിന്റെ കച്ചവട സഖ്യത്തിനോ കഴിയില്ല. മറ്റുള്ളവരുടെ പരമാധികാരത്തെ മാനിക്കാത്ത ഒരു സാമ്രാജ്യത്തിനും സ്വന്തം പതനത്തിൽ നിന്ന് രക്ഷപ്പെടാനാകില്ല എന്ന് അമേരിക്കൻ തെരുവുകളിലെ ജനരോക്ഷം അടിവരയിടുകയാണ്.